എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഡുവലിന് ഒരു കോള് വരും. അത് 41ാമത്തെ ട്രീയിലേക്ക് പോവുക എന്നതായിരിക്കും. ഡുവൽ അത് കേൾക്കേണ്ട താമസം അവന്റെ ടീംസുമായിട്ട് അവിടേക്ക് കുതിച്ചു പായാണ്. ഇതാ ഇപ്പൊ ട്രീ നമ്പർ 1 കാണിക്കും. അവിടെ ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിലെ ആ പെണ്ണ്, അവൾക്ക് ബോധം വന്ന് ഇപ്പൊ ചുറ്റും നോക്കും. അവളുടെ ബ്രദറും പപ്പയും അവർ രണ്ടുപേരും നല്ല അടികിട്ടി ബോധം കെട്ട് കിടക്കുകയാണ്. അവൾ ആ സോൾജിയേഴ്സിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, ആ ലൂഫിയൻ ടീം അവരെവിടെ? അതിനാ സോൾജിയേഴ്സ് പറയും, അവർ ഒരുപാട് നേരം മുൻപ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, നേവിയിൽ തന്നെ വലിയ വലിയ ചീഫ് അവരുടെ പിന്നാലെ ഉണ്ട്, ഉറപ്പായിട്ടും അവരെ പിടിക്കും. അത് കേട്ട് അവൾക്കാണെങ്കിൽ ഇപ്പൊ ടെൻഷൻ കൂടി കൂടി വരും. യു ആർ അൺബിലീവബിൾ. അവരെ എത്രയും പെട്ടെന്ന് പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. എനിക്ക് അവരെ എന്റെ കൈകൊണ്ട് തന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണമെന്ന് അവൾ ദേഷ്യപ്പെട്ടു പറയും. ഇവിടെ ഡുവലാണെങ്കിൽ ഇപ്പൊ 41ാം നമ്പർ ട്രീയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അവനും ടീമും ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു. ഡുവല് പറയും ഉറപ്പായിട്ടും അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും. വഴിയിൽ ഏതെങ്കിലും വില്ലന്മാരുമായിട്ട് ഒരുപക്ഷെ ഫൈറ്റിൽ ഏർപ്പെട്ടിരിക്കാം. അവർ വരുന്നത് വരെ അവരുടെ ഈ ഒരു കപ്പലില് ആരും തൊടാൻ പാടില്ല. നമ്മൾ വേണം ഈ കപ്പലിന് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ മർമെയ്ഡ് പെണ്ണ് ക്യാമി, അവളാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ്. ലൂഫിയാൻ ടീമിന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയും വൈകുന്നതെന്നൊക്കെ ചിന്തിച്ച് അവൾ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. സ്റ്റാർഫിഷ് ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ സ്റ്റാർഫിഷ് എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്കാണെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും ആ ബോബ് ചേച്ചി അവര് പറയാ, ലൂഫിയൻ ടീം അവരിപ്പോ ഫൈറ്റ് ചെയ്യുന്നത് ആ നേവി അഡ്മിറൽസുമായിട്ടാണ്. ആക്ച്വലി അവർ ഭയങ്കര പവർഫുൾ ആണ്. ഇതുവരെ അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ആരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. സോ ലൂഫിയൻ ടീമും അവർ തിരികെ വരുമെന്നതിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയി പോകും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇപ്പൊ സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ട് കാണിക്കും. അതിന്റെ ഓപ്പോസിറ്റ് വളരെ മനോഹരമായി ഒരുപാട് ബേർഡ്സ് ഒക്കെ അങ്ങനെ ക്രോസ് ആയിട്ട് പറക്കുകയാണ്. അപ്പോഴായിരിക്കും അതിനിടയിൽ ബേർഡ്സ് അല്ലാത്ത മറ്റെന്തോ ഒരു സാധനം, അത് മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫിയാണ്. ലൂഫി ആണെങ്കിൽ കണ്ണൊക്കെ അടച്ച് ഇപ്പോ സോറോയുടെയും ചോപ്പറിന്റെയും അങ്ങനെ എല്ലാവരുടെയും പേര് വിളിച്ച് നിലവിളിക്കുകയാണ്. സോറോ, ചോപ്പർ, നാമി, നിങ്ങൾ എവിടെ പോയി? നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ച ആ കൂമ, അവൻ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഈഞ്ച പരുവാക്കി ചവിട്ടി കൂട്ടും. പക്ഷെ അപ്പോഴായിരിക്കും ലൂഫി അവൻ മറ്റൊരു കാര്യം ആലോചിക്കുക. സെന്റമുറു അവൻ പറഞ്ഞത് കൂമ അടിക്കുകയാണെങ്കിൽ 3 രാവും പകലും സ്കൈയിലൂടെ പറന്ന് നടക്കുമെന്നാണ്. അപ്പോ എന്റെ ടീംമേറ്റ്സ് എല്ലാവരും എന്നെ പോലെ തന്നെ മറ്റെവിടേക്കോ പറന്ന് നടക്കുന്നുണ്ടാവുമെന്ന് അവൻ ചിന്തിക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ ബോഡിയിലൊക്കെ ടച്ച് ചെയ്ത് നോക്കും. ബോഡി പാർട്സിനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ, നമ്മുടെ ചെക്കന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ ലൂഫി ആണെങ്കിൽ വിശപ്പൊക്കെ സഹിച്ച് 3 രാവും പകലും അങ്ങനെ കടലിന് മുകളിലൂടെ ട്രാവൽ ചെയ്ത് സീ മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നെല്ലാം ജസ്റ്റ് രക്ഷപ്പെട്ട് കരയിൽ വന്ന് 3ാം ദിവസം അടിച്ചു വീഴും. നമ്മുടെ ചെക്കൻ റബ്ബർ ആയതുകൊണ്ട് തന്നെ അവന് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റില്ല. അവൻ പതിയെ എഴുന്നേറ്റ് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ടു പുറകില് ഒരു കാട്ടുപന്നി. ലൂഫി ഉടനെ ആ വിബറു കാർഡ് അതെടുത്ത് റെയിലിയുടെ ലൊക്കേഷൻ നോക്കും. ലൊക്കേഷൻ മനസ്സിലാക്കി അവൻ കറക്റ്റ് ആയിട്ട് അതിന്റെ പിന്നാലെ ഓടുകയാണ്. ആ പന്നിയാണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അതും കട്ടക്ക് ലൂഫിയുടെ പിന്നാലെ ഓടുകയാണ്. ലൂഫി ഓടെ ഫ്ലാഷ് ബാക്കിൽ നടന്ന ഓരോ കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് ആലോചിച്ചു കൊണ്ടേയിരിക്കും. ലൂഫി വമ്പ സ്പീഡിൽ പോയി ഒരു വലിയ മലയില് ആഞ്ഞെട്ടിക്കുകയാണ്. അവൻ ആ വിബറു കാർഡ് നോക്കും. ഇതിൽ അപ്പോഴും ലൊക്കേഷൻ സ്ട്രെയിറ്റ് ആയിരിക്കും കാണിക്കുക. ലൂഫി ആണെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കില്ല. അവന്റെ കൈ അങ്ങനെ നീട്ടി അത് ജയന്റ് ആക്കി മാറ്റി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആ മലയ്ക്ക് ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയില് ആ ഒരു വലിയ മലയുടെ ഉള്ളില് ഒരു ഹോള് ക്രിയേറ്റ് ആയി. അതിനുള്ളിലൂടെ ലൂഫി കടന്നു പോവും. പന്നിക്ക് പിടികിട്ടും ലൂഫി ചില്ലറക്കാരനല്ല എന്ന്. അവൻ നൈസായിട്ട് പുറകിലേക്ക് കാല് വെച്ച് തിരിഞ്ഞോടാൻ ശ്രമിക്കും. പക്ഷെ ലൂഫി കറക്റ്റ് ആയിട്ട് അതിനെ കണ്ട് അടുത്ത നിമിഷം അതിനെ തല്ലിക്കൊന്ന് കറി വെച്ച് തിന്നാണ്. അതിനുശേഷം വീണ്ടും വിശപ്പടങ്ങാതെ അവിടെ ഉണ്ടായിരുന്ന കൂണുകള്, അതിൽ നല്ലതും ചീത്തയും പോലും തിരിച്ചറിയാനാവാതെ നമ്മുടെ ചെക്കൻ കയ്യിൽ കിട്ടിയത് മുഴുവൻ വലിച്ചു വാരി തിന്നും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത 2 പാമ്പുകള്, അവറ്റകൾ രണ്ടും ഇപ്പൊ ലൂഫിയെ തന്നെ എയിം ചെയ്ത് അവന്റെ പിന്നാലെ അങ്ങനെ സ്പീഡിൽ പോവാണ്. ആ പാമ്പുകൾ രണ്ടും ഇപ്പൊ ലൂഫിയുടെ തൊട്ടടുത്തെത്താണ്. ആക്ച്വലി അവറ്റകൾ പാമ്പുകളല്ല. 2 പാമ്പുകളെയും തൂക്കി എടുത്തോണ്ട് വന്ന
രണ്ട് പെണ്ണുങ്ങളാണ്. അവരുടെ ബോഡിയും സംസാരമൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേടിയാവും. അവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഉടനെ ക്യാമറ സൂം ചെയ്ത് ഇപ്പൊ നമ്മുടെ ലൂഫിയെ കാണിക്കും. അവന്റെ ബോഡിയിൽ ഒരുപാട് കൂണൊക്കെ മുളച്ച് ചെക്കൻ ബോധം കെട്ട് കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവരെ പോലുള്ള വേറെ ലേഡീസ് അവിടേക്ക് വരും. അവരാണെങ്കിൽ ലൂഫിയെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. ആക്ച്വലി നമ്മുടെ ലൂഫിയെയും അവരൊരു പെൺകുട്ടിയായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അവരിപ്പോ ലൂഫിയുടെ കയ്യിലുള്ള ഒരു കൂണ് അത് പറിച്ചെടുക്കും. അവർക്ക് ആ കൂണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു പാരസൈറ്റ് കൂണാണെന്ന്. അതായത് ആ ഒരു മഷ്റൂം അതാര് കഴിക്കുന്നോ അവരുടെ ബോഡി മുഴുവൻ പിന്നീട് അതുപോലുള്ള മഷ്റൂമുകൾ മുഴുവൻ മുള പൊട്ടി പുറത്തേക്ക് വരും. അവസാനം അവർക്ക് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടും. അപ്പൊ അതിലൊരു പെണ്ണ് പറയും, ഇവളെ ഇവിടെ ഉപേക്ഷിച്ച ഉറപ്പായിട്ടും ഇവള് മരണപ്പെടും. സോ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവളെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് സുഖമാക്കാന്ന് പറഞ്ഞ് ലൂഫിയെ തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നുപോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അവരുടെ വില്ലേജ് കാണിക്കും. നമ്മുടെ ലൂഫിയെ അവിടേക്ക് കൊണ്ടുവന്ന് ആ ലേഡീസ് എല്ലാവരും ചേർന്ന് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാണ്. ആ ഗ്രാമം കാണിക്കും. അതിന്റെ ഓരോ ഭാഗത്തും വലിയ വലിയ പാമ്പിന്റെ ശിലകളൊക്കെ അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയുള്ള സ്ത്രീകളെല്ലാവരും ഇപ്പൊ ലൂഫിയെ വണ്ടറടിച്ച് നോക്കും. സ്ത്രീകൾക്കില്ലാത്ത എന്തൊക്കെയോ ചില സാധനങ്ങള് ഇപ്പൊ ലൂഫിയില് അവർ കാണും. വാവ്, ദിസ് ഈസ് അൺബിലീവബിൾ. ഇതുപോലൊരു സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കും. ആക്ച്വലി ആ ഒരു ഗ്രാമത്തിലുള്ളവരാരും ഇതുവരെ ഒരു ബോയെ പോലും കണ്ടിട്ടില്ല. അവിടെ സ്ത്രീകൾ മാത്രമാണ് ഇത്രയും കാലവും ജീവിച്ചു പോന്നിരുന്നത്. അവിടേക്കാണ് ഇപ്പൊ നമ്മുടെ ചെക്കൻ അവൻ വന്ന് പെട്ടിരിക്കുക. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവന് ചുറ്റും കുറച്ച് ലേഡീസും. അവന്റെ ബോഡിയിലാണെങ്കിൽ മുഴുവനായിട്ടും പാരസൈറ്റ് മഷ്റൂംസ് ആണ്. അതെങ്ങനെ റിമൂവ് ചെയ്യണം, അവൻ എന്ത് തരം ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടതെന്നൊന്നും അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അവർ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ അവരുടെ ടീം ലീഡറിനോട് ചോദിക്കും. അതിന് അവള് പറയും, അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഒന്നും നോക്കാനില്ല, അവളുടെ ബോഡിയിലുള്ള ആ കൂണുകള് അത് വലിച്ചു പറിച്ചു കള. അവരാണെങ്കിൽ അവൾ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ കൂണുകളായിട്ട് വലിച്ചു പറിച്ചെടുക്കും. പക്ഷെ ആ കൂണിന്റെ വേരുകളെല്ലാം തന്നെ ലൂഫിയുടെ ബോഡിയിലുണ്ട്. അതിനാൽ ലീഡർ പെണ്ണ് പറയും, നിങ്ങൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഓർത്തും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ആ വേരിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കൂണുകൾ മുഴുവൻ പിഴുത് കള. അത് കേട്ട് അവർ സ്പീഡില് വീണ്ടും വീണ്ടും ഓരോരോ കോണുകളായിട്ട് പിഴുതെറിയും. അതിനുശേഷം ആ ലീഡർ പെണ്ണ് അവള് തീപ്പെട്ടി ഉരച്ച് ലൂഫിയുടെ ബോഡിയിൽ പൊള്ളിക്കാൻ തുടങ്ങും. പൊള്ളലേറ്റ് നമ്മുടെ ചെക്കൻ നോ എന്ന് പറഞ്ഞ് അലറി കാറുകയാണ്. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ നിലവിളിയൊക്കെ കേട്ട് കുറച്ച് പേടിയാവും. അവള് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ആ കൂണ് അതിനിയും ഇവളുടെ ബോഡിയിൽ വളരാതിരിക്കണമെങ്കിൽ ഇവളുടെ ബോഡിയിൽ ചൂട് വെക്കണം. അങ്ങനെ ആ ലീഡർ പെണ്ണ് ഇപ്പൊ ലൂഫിയുടെ ബോഡി മുഴുവൻ തീ വെച്ച് പൊള്ളിക്കുകയാണ്. ഒരുപാട് നേരം നിലവിളിച്ച് ക്ഷീണിതനായി നമ്മുടെ ചെക്കൻ അവനിപ്പോ തളർന്ന് അവിടെ കിടക്കും. അതിനുശേഷം വീണ്ടും ആ ലീഡർ പെണ്ണ് അവളിപ്പോ ലൂഫിയുടെ ബോഡി മുഴുവൻ ചെക്ക് ചെയ്യാണ്. അവൾക്ക് അവന്റെ ബോഡി അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൂഫി വലിയൊരു ഫൈറ്റ് ഒക്കെ ഇട്ട് അവന്റെ ബോഡിയിൽ ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ടെന്ന്. അവളിപ്പോ അവളുടെ അസിസ്റ്റന്റിനോട് ലൂഫിയുടെ പരുക്കുകൾ അത് വെച്ച് കെട്ടി മെഡിസിൻസ് കൊടുക്കാൻ പറയും. അതിനൊക്കെ മുൻപായിട്ട് അവരിപ്പോ ലൂഫിയെ കുളിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ലൂഫിയുടെ ട്രൗസറിന്റെ ഉള്ളില് എന്തോ ഒന്ന് തടയുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുക. അതൊരു കൂണാണെന്ന് പറഞ്ഞ് ഏതോ ഒരു വലിയ പെണ്ണ് അവൾ അതേ പിടിച്ച് ആഞ്ഞു വലിക്കും. പക്ഷെ അത് മാത്രം അത്ര എളുപ്പത്തിൽ പറഞ്ഞു വരില്ല. അവിടെയുള്ള ഗേൾസ് എല്ലാവരും ചേർന്ന് അതിൽ പിടിച്ചു വലിക്കും. പക്ഷെ ആ ഒരു മഷ്റൂം മാത്രം പറഞ്ഞു വരില്ല. അപ്പൊ അതിൽ ഒരുത്തി ചോദിക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, ലീഡർ ചെയ്തതുപോലെ തന്നെ തീ ഉപയോഗിച്ച് അത് കത്തിച്ചു കളയാം. അങ്ങനെ അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ആ ഗ്രാമത്തിൽ തന്നെ ഒരു തലൈവിയായിട്ടുള്ള ഗ്രാൻഡ്മ അവരിപ്പോ അവിടേക്ക് വന്ന് കാര്യം അന്വേഷിക്കും. ഉടനെ ആ ഗേൾസ് പറയും, ഞങ്ങൾ ഇവളുടെ ബോഡിയിലുണ്ടായിരുന്ന എല്ലാ കൂണും വലിച്ചു പറിച്ചു കളഞ്ഞു. പക്ഷേ ട്രൗസറിന്റെ അകത്തുള്ള ഒരേ ഒരു കൂണ് അതുമാത്രം ഞങ്ങൾക്ക് പറിക്കാനാവുന്നില്ല. അതിനാ ഗ്രാൻഡ്മ പറയും, ഓക്കെ കുഴപ്പമില്ല, ഞാൻ ആദ്യം ആ കൂണൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. ഗ്രാൻഡ്മയാണെങ്കിൽ ഒരു സെക്കൻഡ് ആ കൂണ് കണ്ട് ബോധം കെട്ട് താഴെ വീഴും. ഗ്രാൻഡ്മ പറയും, ആ ഒരു കൂണ് ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ്, നിങ്ങൾ ആരും അത് വലിച്ചു പറിച്ച് കളയണ്ട. നിങ്ങൾ കരുതും പോലെ ഇതൊരു പെൺകുട്ടിയല്ല, മറിച്ച് ആൺകുട്ടിയാണ്. അത് കേട്ട് ആ ഗേൾസ് അവർ ഷോക്കാവും. അപ്പോഴായിരിക്കും ആ ഒരു ഐലാൻഡിനെ കുറിച്ച് പറയാ. ആക്ച്വലി ഈ ഒരു ഐലാൻഡില് ഗേൾസ് മാത്രമേ ഉള്ളൂ. ഫീമെയിൽ വാരിയേഴ്സ് ആണ് ഈ ഒരു ഐലാൻഡ് അത് ഭരിക്കുന്നത്. നമ്മുടെ ചെക്കനെയും അവന്റെ മഷ്റൂം ഒക്കെ കണ്ട് ആ ഗേൾസ് പേടിച്ച് വിറച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.